ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേച്ചർ സ്റ്റുഡിയോയുടെ ബാനറിൽ ലവ് ടു ട്രാവൽ സോൺ അവതരിപ്പിക്കുന്ന സീസൺ 7, അതായത് 7ാം സീസണിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീസൺ 6 എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. സീസൺ 6 കുറച്ചേറെ യാത്രകളുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു യാത്രയിലൊരു ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു. അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ 2-3 മാസത്തോളം നമ്മൾ ഈ യാത്രയിൽ നിന്ന് വിട്ടു നിന്നപ്പോഴും നമ്മളെ വിട്ടുപോകാമെന്ന് കുറേ ആൾക്കാരുണ്ട്, കുറേ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ നിരന്തരം കാണുമ്പോഴൊക്കെ ചോദിക്കും, നമ്മളെ കാണുമ്പോഴും മറ്റ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്ന കുറേ നമുക്ക് പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോടെല്ലാം നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഒരു കാർ യാത്രയാണ് നടത്തുന്നത്. കാരണം മഴയായതുകൊണ്ട് നമ്മൾ കാറിലാണ് യാത്ര ചെയ്യുന്നത്, ഫാമിലിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വഴിയൊന്നും ഒരുപാട്, അതായത് ഈ വഴികളൊന്നും ഒരുപാട് കാണിക്കാതെ നമ്മുടെ ആ ഡെസ്റ്റിനേഷൻ, അതായത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് കുറേയേറെ വനപാതയുണ്ട്. വനത്തിലൂടെ കൊടും വനത്തിലൂടെയുള്ള കാനന യാത്രയാണ് ഇന്നത്തെ പ്രത്യേകത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സവിശേഷമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം കാണിച്ചിട്ട് നമുക്ക് പോകാം. അതല്ലെങ്കിൽ ഇന്നൊരു യാത്രാ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം കുറേ നാൾ യാത്ര ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പിക്കപ്പ് ആവശ്യമാണ്. അതായത് യാത്ര ചെയ്യാനുള്ള ഒരു മൂഡ് വരേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ യാത്രയിൽ ആ മൂഡ് കിട്ടുമെന്ന് വിചാരിക്കാം കേട്ടോ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും കിട്ടും. അപ്പം കൂട്ടുകാരെ, നമ്മുടെ യാത്രയുടെ പുതിയ വിശേഷങ്ങൾ സീസൺ 7 മുന്നോട്ടുള്ള വീഡിയോകളിൽ കാണും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്കൊരു, അതായത് ഒരു വാമപ്പ് യാത്രയായിട്ട് ഇന്നത്തെ യാത്ര കൂട്ടണം തീർച്ചയായും. അത് ഈ ക്യാമറയുടെ ഈ വാട്ടർ പ്രൂഫ് കേസ് പൊട്ടിയതിന് ശേഷം മഴയത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എഡിറ്റിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മൊബൈലിന് കംപ്ലയിൻറ്റ് വന്നു. മൊത്തത്തിൽ ഒരു ട്രാജഡി ആയിരുന്നു കഴിഞ്ഞ നാളുകളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് നമ്മൾ പുതിയ സീസൺ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പുതിയ സീസൺ ഈ വീഡിയോയോടുകൂടി സ്റ്റാർട്ടാകുകയാണ്. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിലെ മൺസൂൺ യാത്രകൾ ഇനിയുണ്ടാവും. മൺസൂണൊക്കെ നമുക്ക് മുതലാക്കത്തക്ക രീതിയിലുള്ള തുടർ യാത്രകൾ, അടിപൊളി യാത്രകൾ നമ്മൾ തുടങ്ങും. അപ്പോൾ വനത്തിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നു. ഇതാ കണ്ടോളൂ, പോകാം. വായോ. മഴ വരുന്നുണ്ടോ? മഴ വരുന്നില്ല. പക്ഷെ ഇവിടൊക്കെ വെള്ളത്തിന് എന്താ ക്ഷാമം? മഴ പെയ്തതാ. മഞ്ഞ് പറക്കുന്നുണ്ടോടി?
ആ പെരുമഴിക്ക് മുമ്പേ അങ്ങ് കയറാം. അതൊക്കെ മനുഷ്യർ താമസിക്കുന്ന വലിയ വണ്ടിയുടെ പുറകെ പോകുമ്പോ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടിയുടെ പുറകെ പോകുമ്പോ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ വണ്ടിക്ക് എപ്പോഴേലും എഞ്ചിനും ബ്രേക്കിനും ബോൾട്ട് വരുമ്പോ താഴോട്ട് കൊള്ളും. ഡേഞ്ചറാണ്. അതേ ഉള്ളൂ. അതിനൊരു ഡിസ്റ്റൻസ് ഇട്ട് യാത്ര ചെയ്യണം. വലിയ വണ്ടിയുടെ അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഓടിച്ച് മാറ്റാനുള്ള ഗ്യാപ്പ് വേണം. ഏതും അങ്ങനെ വിട്ടേ വണ്ടിക്ക് ഗ്യാപ്പ് ചെയ്യും. അങ്ങനെ വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്താലും നമ്മൾ ഡിസ്റ്റൻസിൽ ഉൾപ്പെട്ടല്ല നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഈ കാണുന്ന ഈ ഇടതുവശത്ത് കാണുന്ന ബാമ്പു ഹട്ട് 3000 രൂപയാണ് അതിന് ഒരു രാത്രിക്ക്. ആ ബാമ്പു ഹട്ട് ഉണ്ട്. രാത്രി അവിടെ ഫുഡുമെല്ലാം ഉണ്ട്. താമസിക്കാം. മുളവീട് കലങ്ങി വഴി പോകുന്നേ. കലങ്ങി മറിഞ്ഞു കൊടുക്കുന്നു കേട്ടോ. കലങ്ങി അങ്ങ് വന്നങ്ങ് പോവില്ല. ഇതിപ്പോ അവിടെ വളിച്ചേരിക്കുന്ന ചെല്ലൂല്ലേ. ആനയൊക്കെ ഒരുപാടുള്ള വഴിയാണ് കാണാൻ. ഇങ്ങനെ കയറി വരുമെന്നാണ്. ഈ റോഡൊക്കെ മുങ്ങിയാണ്. ഈ മേലിലായിരുന്നു. ആ ഇവിടെ വരെ കയറി. ഇപ്പൊ തന്നെ കണ്ടത്. ഇപ്പൊ തന്നെ അതിന്റെ ആഴം നിറഞ്ഞു കിടക്കും. നിറന്ന വഴി കണ്ടി ഇരുകര മുട്ടി. ഇതെല്ലാം ചെന്ന് പമ്പയത്തിലോട്ടാ ചേരുന്നത്. പക്ഷെ അച്ചൻകോവിലാറ്റില് ഡാം ഇല്ലാത്തോണ്ട് എല്ലാം ഒലിച്ച പോകുന്നത്. എന്റെ വിചാരം എങ്ങനെയാണ് ഞാൻ ഇതായിരിക്കും. മാത്രം കിഴക്കും എന്തോരം വനത്തിനകത്തും ഇവിടെ അടവിയൊക്കെ ഇച്ചിരി മുട്ടിയിരുമ്പോൾ അടവിയൊക്കെ തോന്നും. കൊട്ടവഞ്ചി 210. അതിൽ നേരെ പോകുന്നത് നമുക്ക് എന്താണ് മണ്ണീറ വാട്ടർ ഫാൾസ്. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. വനമാണ്. പിന്നെ അതൊരു വില്ലേജ് കാര്യം. ഒരുപാട് പേര് താമസിക്കുന്നു. മണ്ണീർ കലങ്ങിയ മറിഞ്ഞാവുക. നമുക്കത് കാര്യമായ പണിയിലേക്ക് എത്തിയിട്ടില്ല.
നമ്മളവിടെ ചെല്ലുമ്പോഴത്തേന് അവര് പിന്നെ സംഭവിക്കാൻ പോണം ഈ അവരെ പണി നേരത്തുള്ളവരുടെ എല്ലാം ഒരു ഇതാ. പിന്നെ ഈ കപ്പ അവരുടെ സ്പെഷ്യല. കോട്ടയം ഇടുക്കി ഇങ്ങോട്ടുള്ളവരെല്ലാം കപ്പ ഇറച്ചി ഇതൊരു അവരുടെ ഒരു ബിരിയാണി കപ്പ കപ്പ അവരെ കുറ്റം വേണ്ട കാര്യമില്ല. കിഴക്കൻ പ്രദേശത്തുള്ളവർക്കെല്ലാം അമ്മ പറയുന്നേക്കാം. വല്യമ്മച്ചിയുടെ അമ്മയുടെ അമ്മ പടിഞ്ഞാറല്ല. അന്നേരം ഇവിടെ വന്നിട്ട് ഈ കപ്പയൊക്കെ പുഴുങ്ങി അമ്മച്ച് തിന്നതില്ല. നെഞ്ചരിച്ചിലാണ് കപ്പ പുട്ട്. പണ്ട് പച്ചനെല്ല് കുത്തിയല്ലേ അപ്പം ഉണ്ടാകും. പഴം മക്കയ്ക്കകത്തിട്ട് അരി ഇട്ട് ഇടിച്ച് ഉളക്കയുമില്ല, അരകല്ലുമില്ല. തേങ്ങ അരകല്ല അരയ്ക്കുന്നവരുണ്ട്. ഇപ്പൊ ഒന്നിപ്പം തെളിച്ചു മരം പറയാം. 6 ഇവിടെ ഇത്രയും കലക്കലില്ല വെള്ളത്തിൽ. മാറി കല്ലാറല്ലേ? കല്ലടയല്ലേ, കല്ലാറ്. കൊട്ടവഞ്ചി സവാരി ഇവിട്ടാഴ്. തേക്ക് തോട്, തണ്ണിത്തോട്, തേക്ക് തോട്. പണ്ടുള്ളവരെല്ലാം ചേക്കേറിയതാ. പട്ടണത്തിൽ നിന്ന് ചേക്കേറിയത് ഹൈ റേഞ്ചിലും. ഈ ഭാഗം എല്ലാം പണ്ടുള്ളവര്. അങ്ങോട്ട് വന്നത് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷൻ അവിടെ ആയിരിക്കും. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ തണ്ണിത്തോട് ഉണ്ട്. തണ്ണിത്തോട്ടിലും ഉണ്ട് പോലീസ് സ്റ്റേഷൻ. ചിറ്റാറും ഉണ്ട്. ചിറ്റാറുണ്ട്. അത് ടവറാന്ന് തോന്നില്ലേ? മനുഷ്യൻ താമസിക്കുന്നതിന്റെ ഇടയ്ക്ക് എല്ലാവർക്കും നെറ്റ്വർക്കും വേണം. അല്ല ഇത് ഇടിമിന്നൽ വെക്കുമെന്നൊക്കെ പറഞ്ഞു. ഇടിമിന്നൽ അതേ കേൾക്കത്തില്ലേ? അതിനുള്ള സംവിധാനം ലക്ഷങ്ങളുടെ മിഷണറി ഇല്ല അതൊക്കെ. ഇവിടെ എല്ലാം കിട്ടുമല്ലോ. എല്ലാം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ അടിച്ചത് അല്ല, അടിച്ചത് കിടക്കണം. അച്ഛൻ അങ്ങോട്ട് പോയതോ? വണ്ടി കൊണ്ടായിരുന്നോ പോയെ? അങ്ങോട്ട് പച്ചക്കറി മേടിക്കാൻ 10 മിനിറ്റ് പോയെ. ബൈക്കുണ്ട്. ചെന്നിന് പോയി പഠിച്ചില്ലേ? അച്ഛനെ കൊണ്ടിടാം. ഓക്കെ ഓക്കെ അമ്മു. വന്ന് കയറുകയോ? ഭയങ്കര മഴയായിരുന്നു. ചെറിയ തണുപ്പുള്ളത്. നമുക്ക് വണ്ടിയിലാണ് അറിയുന്നത്.
നമ്മൾ വണ്ടിയിലാവുന്നോണ്ട് അറിയത്തില്ല. തണുപ്പ് എഞ്ചിനോ ഒരേ തണുപ്പുണ്ടെന്നോ? ഏതാണ് ഇതിനൊന്നും ഏതാണ്? ഒക്കെ 10 വേഗം കിട്ടിയത്. 4 മണിക്ക് വന്നു. ചിറ്റ 7 കിലോമീറ്റർ മേടപ്പാറ, 2 കിലോമീറ്റർ മേടപ്പാറ ഇല്ല 2 കിലോമീറ്റേഴ്സ്. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ കൊടും കാട്ടിലേക്കാണ്. ഇതുപോലെ ജനവാസ മേഖലകളല്ല. അൽഫിഷുണ്ട്. നമ്മുടെ യാത്ര വനം.
ഇവിടെ വരെയൊക്കെ ആന എപ്പോഴും വരുന്നത് കണ്ണുകൊണ്ടിട്ട് പണി നടക്കില്ലേ? അപ്പൊ താഴെ അപ്പുറം കെട്ടിക്കൊടുക്കും. അതും അതിവിടെ കൊണ്ട് 2 നില അതുണ്ട്. ഇത് അടി കെട്ടിയോ എന്തോ വീതിയിലോ എല്ലാം കെട്ടിക്കൊണ്ടിരിക്കുക. നല്ല വീതിയിലാണ് റോഡ് പണി. എല്ലാം കെട്ടി. എല്ലാം കെട്ടി. അവരുടെയൊക്കെ അവിടെല്ലാം കെട്ടും. അവിടെ കെട്ടും. പിന്നെ ബസ് കൊടുക്കും. കുറച്ച് ബസ് പോകും. ഓട്ടം തന്നെ. പക്ഷേ റോഡായിട്ട് ഇതുപോലെ കൊച്ചിനൊക്കെ ഇതുപോലെ കണ്ടു. എല്ലാം പോകും. ആ പോകും അതിന്റെ താഴെയാ. നല്ല ഇതിലാ വണ്ടി എല്ലാം നല്ല റോഡ് നല്ല ഹൈടെക്കിലാണ് ചെയ്യുന്നേ. കൊറേ പൈസ ആയാലും ഞാൻ ആശുപത്രിയും വരട്ടെ. ഈ 10 താലൂക്ക് ആശുപത്രി വന്നാൽ അത്യാവശ്യം പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. ഓക്കെ.